വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 29. അവരോ ഞങ്ങളോട് കൂടെ പാർക്കാം, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർക്കാൻ ചെന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വചനത്തിനായും വചനം നിങ്ങൾക്ക് നിന്റെ ആത്മാവിൽ പങ്കുവെച്ച് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എഴുതപ്പെട്ട അതേ ആത്മാവിൽ വചനത്തെ ധ്യാനിക്കണം. ആ ആത്മാവിന്റെ ബലത്തിൽ വചനാനുസൃതമായി ജീവിക്കാൻ ഞങ്ങളെ എളിയ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ യേശു മശീഹ മൂലം ഇടയാക്കുകയും ചെയ്യുന്നതാകുകയും. ഈ ഇടവകയുടെ വികാരി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന അവസാനത്തെ പ്രസംഗമാണ് ഇന്നത്തെ. ഞാൻ നിങ്ങളോട് ചെയ്യുന്ന കടുകയാണ് എന്നോട് പറയാൻ വേണ്ടിയാണ്. കാരണം ഇന്നത്തെ ഞാൻ സമയം കൂട്ടിയത്. എല്ലാ പ്രാവശ്യവും ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ അല്പങ്ങളുടെ സമയം ഇന്ന് കൂടുകയാണെങ്കിൽ ദയവായി നിങ്ങൾ സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. ഇത് 3-ാം പ്രാവശ്യം ഒടുവിൽ കർത്താവ് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്ന സംഭവം. ഈ എമ്മൗസിലേക്കുള്ളതായ യാത്രാ മധ്യത്തിൽ കർത്താവ് ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് അവരോട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആരെ എന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഈ വേദഭാഗം കർത്താവിന്റെ പ്രത്യക്ഷതയാണ് വിവരിക്കുന്നതെങ്കിലും ഈ വേദഭാഗം പൊതുവായി വായിക്കുമ്പോൾ പറയുന്നത് ജേർണി ടു എമ്മൗസ് എന്നാണ്. എമ്മൗസിലേക്കുള്ള യാത്ര. ജീവിതം എല്ലാ കാലത്തും ഒരു യാത്ര. ഓരോ യാത്രയും മീനിങ്ഫുൾ ആകുന്നത് ആ യാത്രികന്റെ മനോഭാവവും യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ അറിവുകളെ സംശീകരിക്കുവാനുള്ള നമ്മുടെ മനസ്സുമാണ്. യാത്രകളെ പൊതുവായി നമ്മൾ രണ്ടായിട്ട് പറയാറുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ജേർണി ആർ ഓഫ് 2 types. ഒന്ന് ഒരു പിക്നിക്കാണ്. അതിന്റെ അർത്ഥം വെളിപ്പെട്ടതോ കാണാൻ കഴിയുന്നതോ ആയ സംഗതികൾക്ക് വേണ്ടിയുള്ളതായ നമ്മുടെ ഒരു യാത്രയാണ് പിക്നിക് എന്ന് പറയുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് പുതിയ സംഗതികൾ കണ്ടുപിടിച്ച് കാണാനല്ല, വെളിപ്പെട്ടതായ ചില സംഗതികൾ നമുക്ക് കാണുവാൻ വേണ്ടി പോകുന്ന യാത്രയ്ക്കാണ് പിക്നിക്. എന്നാൽ വെളിപ്പെടാത്തതും ഒരുപക്ഷെ മറഞ്ഞിരിക്കുന്നതുമായ ചില യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുവാനായിട്ടുള്ള മനുഷ്യന്റെ യാത്രയാണ് രണ്ടാമത്തെ യാത്ര. അതിന് പിൽഗ്രിമേജ് എന്നാണ് പറയുന്നത്. മോക്ഷയാത്ര. ഒരു മോക്ഷയാത്രയും ഒരു വെളിപ്പെട്ട സത്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. വെളിപ്പെടുവാനുള്ള സത്യത്തെ അന്വേഷിച്ചുള്ളതായ യാത്രയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പിൽഗ്രിമേജ് എന്ന് പറയുന്നത് ഒരു സെർച്ചിങ്, ഒരു ട്രൂത്തിനെ കണ്ടെത്തുവാനായിട്ടുള്ള, ആത്യന്തികം അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണെന്ന് കണ്ടെത്തുവാനായിട്ടുള്ള മനുഷ്യന്റെ ഒരു ആഗ്രഹത്തിൽ നിന്ന് പോകുന്ന യാത്രയാണ് പിൽഗ്രിമേജ് എന്ന് പറയുന്നത്. ജീവിതം എപ്പോഴും ഒരു പിൽഗ്രിമേജാണ്. ഒരിക്കലും ജീവിതം ഒരു പിക്നിക്കാണ്. ഈ ആയുസ്സിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു യാത്രയാണ് എന്ന് പറയുമ്പോൾ കണ്ടതിനെയും വെളിപ്പെട്ടതിനെയും മാത്രം അന്വേഷിച്ചുള്ള യാത്രയാകരുത്. ഇനിയും കണ്ടെത്തുവാൻ കഴിയുന്നതും
വെളിപ്പെടുവാൻ സാധിക്കുന്നതുമായ ചില യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ അഭിവാഞ്ചിയും യാത്രയുമാകണം ഓരോ ജീവിതാനുഭവം. അതുകൊണ്ട് എമ്മോസിലേക്കുള്ള യാത്ര നമ്മൾ പഠിക്കുമ്പോൾ ഇപ്രകാരം വളരെ കത്തുന്ന മനസ്സുമായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവരവരോട് സംഭാഷിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരുന്നതാണ് വായിക്കുന്നത്. അത്രമാത്രം ഒരു ബേണിംഗ് എക്സ്പീരിയൻസ് ആണ് ശിഷ്യന്മാർക്കുണ്ടായിരുന്നത്. എന്താണ് സത്യം? അവർ പറയുന്നത്, ചില സ്ത്രീകൾ പോയി കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ദൂതന്മാർ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് പറഞ്ഞ് ഞങ്ങളെ അവർ ഭ്രമിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങളെ വല്ലാതെ അവര് പേടിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ സത്യം എന്താണെന്ന് കണ്ടെത്തുവാനുള്ള ഒരു ആഗ്രഹം. യെരുശലേമിൽ നിന്ന് ഇത് കടന്നിട്ട് അവരൊരു പക്ഷേ ഒരു എസ്കേപ്പിസത്തിന്റെ ഭാഗമാണോ അതോ അല്പം മാറി നിൽക്കുവാനായിട്ടുള്ള ഭാഗമാണോ എമ്മോസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ സംഭാഷിച്ചിട്ടുണ്ടാകുന്നത്. ആ സംഭാഷണ വേളയിൽ അവരുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹം, എന്താണ് സത്യം, എവിടെയാണ് റിയാലിറ്റി, എവിടെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഗതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ യാത്രയിൽ കർത്താവ് അവരോട് ഇടപെടുന്ന അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹത്തെ കർത്താവ് തൃപ്തിപ്പെടുത്തുകയാണ്. ഇതെല്ലാം കാലത്തും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം. നമ്മൾ സാധാരണ എളുപ്പത്തിൽ പറയാറുണ്ട്, അല്ലെ? നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. ഈ പൗലോ കൊയ്ലോയുടെ എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനായ എഴുത്തുകാരന്റെ ഒരു പുസ്തകമുണ്ട്. ആൽക്കമിസ്റ്റ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ആൽക്കമിസ്റ്റ്. സാന്റിയാഗോ എന്ന പേരുള്ള ഒരു ഇടയ ബാലനെ കുറിച്ചാണ്, ഷെപ്പേർഡിനെ കുറിച്ച് പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം ഈ സാന്റിയാഗോ തന്റെ ആടുകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു യാഥാർത്ഥ്യം തേടി യാത്രയാവുക. നീണ്ട യാത്ര, എങ്ങും എത്താത്ത യാത്ര. ഒടുവിൽ തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാവുമോ എന്ന് അറിഞ്ഞുകൂടാതെ വല്ലാതെ വിഷമിക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്ന ഒരു അശരീരിയുണ്ട്. അത് വളരെ വ്യക്തമായി പറയാണ്, when you start a journey to get something, the whole universe will helping you along. ഞാനിത് തിരിച്ചാണ് പറയുന്നത്. നാം ഒരു യാഥാർത്ഥ്യം കണ്ടെത്തുവാനായിട്ട് ഒരു യാത്ര ആരംഭിച്ചാൽ ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ അധിപനായ തമ്പുരാൻ നിനക്കത് സാധിച്ചു. സാന്റിയാഗോ എന്ന് പറയുന്ന ഇടയമാനോട് സാധിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിരാശപ്പെടാതെ ഓരോ പ്രാവശ്യം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജീവിതാനുഭവങ്ങളിൽ നമുക്കും നിരന്തരമായ അന്വേഷണങ്ങളും യാത്രയും ഉണ്ടാകേണ്ടത് ആവശ്യം. ഈ യാത്രയിൽ സംഭവിച്ച 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ യാത്രയിൽ കർത്താവ് ശിഷ്യന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടപ്പോൾ 3 തുറവികൾ ഓപ്പണിംഗ് സംഭവിച്ചു. 3 ഓപ്പണിംഗ്, 3 തുറവികൾ. ഒന്ന്, അവൻ അവരോട് തിരുവെഴുത്തുകളിൽ നിന്ന് വ്യാഖ്യാനിച്ചു. അവൻ തിരുവെഴുത്തുകളെ തുറന്നു. ഈ ഓപ്പൺ ദി സ്ക്രിപ്റ്റ്. ഏതോ പുസ്തകം തുറന്നതല്ല വിഷയം. പിന്നെയും തിരുവെഴുത്തുകൾ പഴയ നിയമത്തിൽ അവർ വായിച്ച് മനസ്സിലാക്കിയത്, ഇപ്പോൾ അവർ ജീവിതത്തിൽ അനുഭവിച്ചതുമായ യാഥാർത്ഥ്യങ്ങളെ കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു. ഈ ഓപ്പൺ ദ സ്ക്രിപ്ചർ എന്ന തിരുവെഴുത്തുകളെ തുറന്നു. എന്താണ് അതിന്റെ അർത്ഥം? തിരുവെഴുത്തുകളിലൂടെയാണ് സ്പിരിച്വാലിറ്റിയുടെ മീനിങ്ങും ഡെപ്ത് നമ്മൾ കണ്ടെത്തുന്നത്. എന്താണ് സ്പിരിച്വാലിറ്റി? നമ്മൾ പലപ്പോഴും നമുക്ക് ആധ്യാത്മികതയെ കുറിച്ച് നമുക്ക് ചില കാഴ്ചപ്പാട്. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ, സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു സ്വയകേന്ദ്രീകൃതമായ ജീവിതം അല്ല. ആധ്യാത്മികതയ്ക്ക് കുറച്ചുകൂടെ ആഴമേറിയ വിശാലമായ അർത്ഥമുണ്ട്. അത് നമ്മൾ പഠിപ്പിക്കുന്ന തിരുവചനമാണ്. ദൈവത്തോടും ലോകത്തോടുമുള്ള ബന്ധം ശരിയായി നിർവഹിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റാണ് ആനന്ദ് എന്ന പേരുള്ളത്. നിങ്ങൾ ചിലരൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് കേട്ടു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അഭയാർത്ഥികൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഒരു കഥ പറയും. 2 സ്നേഹിതർ എന്ന് പറഞ്ഞ 2
ഒരേ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന രണ്ടുപേര് അടുത്തടുത്ത് താമസിക്കുക, റെയിൽവേ കോളനിയാണ് അടുത്തടുത്ത് താമസിക്കുക. ഒരാൾക്ക് ഡേ ഷിഫ്റ്റ് ആണ്, ഒരാൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഉറങ്ങാൻ വരുമ്പോൾ മറ്റേ ആൾ ജോലിക്ക് പോകും. ഒരു ദിവസം ഈ നൈറ്റ് ഷിഫ്റ്റിന് ജോലിക്ക് പോയ ആൾ രാവിലെ തിരിച്ചു വരുമ്പോൾ ഒരു തത്തമ്മയെ കിട്ടി. ഞാൻ പണ്ട് പറഞ്ഞ തത്തമ്മയല്ല, ഒരു പുതിയ തത്തമ്മയെ കിട്ടി. ഈ തത്തമ്മയെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നു, ഒരു കൂട്ടിലാക്കി തന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രശ്നം എല്ലാം മുഴുവൻ അടുത്തെടുത്താണ്. അദ്ദേഹം വന്ന് തത്തമ്മയെ അവിടെ കെട്ടി എന്നിട്ട് ഉറങ്ങാൻ പോയി. അപ്പോഴത്തേക്ക് അടുത്ത ആൾ ജോലിക്ക് പോകണം. ജോലി കഴിഞ്ഞാൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹം അപ്പോൾ ഈ തത്തമ്മ ആദ്യമേ കൊണ്ടുവന്നുകൊണ്ട് ഭയങ്കര അടങ്ങുന്നില്ല, ഭയങ്കര ബഹളമാണ്, കൂട്ടിക്കിടന്നത് ഭയങ്കരമാണ്. ഒടുവിൽ ഈ തത്തമ്മയുടെ ബഹളം കാരണം ഈ രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാൻ ഒക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ തത്തമ്മയെ നശിപ്പിക്കാൻ നമുക്ക് ഒക്കുന്നില്ല. ഒടുവിൽ വളരെ വിദഗ്ധമായി അദ്ദേഹം ഒരു കാര്യം ചെയ്തു. മറ്റേ ആൾ ജോലിക്ക് പോകുമ്പോൾ ഇദ്ദേഹം ഈ തത്തമ്മയെ പഠിപ്പിച്ചു, ഈ കൂട്ടിൽ ഞാൻ അസ്വസ്ഥയാണ്, ഞാൻ സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്തവളാണ്, ഒരിക്കൽ ഞാൻ ഈ കൂട്ട് തകർക്കും, എന്റെ അനന്തമായ വിഭാഗത്തിൽ പറഞ്ഞുള്ളൂ. തത്തമ്മ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. അപ്പൊ മറ്റേ ഇതിന്റെ ജോലിക്ക് പോകും. മറ്റേ ആൾ ജോലി കഴിയുമ്പോൾ തന്നെ തത്തമ്മ പറയാ, ഈ കൂട്ടിൽ ഞാൻ അസ്വസ്ഥയാണ്, I am not satisfied with this situation. So ഞാൻ ഇതിൽ തകർക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു. ഇത് കേട്ട് ഇയാൾക്ക് വലിയ പ്രയാസമില്ല. കാരണം ഞാൻ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, അത്രയും പറഞ്ഞു വേണമെങ്കിൽ വേണ്ടെങ്കിലും പറയുന്നു. ഒരു അവധി ദിവസം രണ്ടുപേരും ഒരുമിച്ചുണ്ട്, രണ്ടു കൂട്ടരും അടുത്തടുത്തുണ്ട്. അപ്പോൾ ഈ തത്തമ്മയെ പഠിപ്പിച്ചയാൾ മെല്ലെ ഒന്ന് ആരംഭിച്ചു കൊടുത്തു, ഈ കൂട്ടിൽ. അപ്പൊ തത്തമ്മ ബാക്കി പറഞ്ഞു, ഈ കൂട്ടിൽ ഞാൻ അസ്വസ്ഥയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കേട്ടു, ഈ തത്തമ്മ പറയുന്നത് കേട്ടോ. ഇയാളൊന്ന് കേട്ടു, ഈ തത്തമ്മ ഈ കൂട്ടിൽ അസ്വസ്ഥയാണ്, ഇത് ഈ കൂട്ട് തകർന്ന് വളർന്നു പോകുന്നു പറഞ്ഞു. എന്നെ പറത്തി വിട്, എന്തിനെ കൂട്ടിയിടുന്നേ, അതുകൊണ്ട് ഇതിനെ പറത്തി വിടണം. ഈ തത്തമ്മ പറയുന്നത് കേട്ടെങ്കിൽ ഇതിനെ നീ ഒന്ന് അനുസരിക്കും. അപ്പോൾ ഈ മറ്റേ ആൾ പറയുന്നൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞു, നീ പറയുന്നത് മൗഢ്യം, ഫൂളിഷ്നെസ്. കാരണം ഈ തത്തമ്മ പറയുന്നത് എന്താണെന്ന് തത്തമ്മയ്ക്ക് അറിയില്ല. ഈ തത്തമ്മ ഒരിക്കലും ഈ കൂട് തകർക്കാൻ പോകുന്നില്ല. തകർക്കുമെന്ന് പറയുന്നതല്ല, തകർക്കത്തില്ല. ഞാനിത് ഇതിനെ തുറന്നു വിട്ടാൽ ഇത് കുറെ നാളായി ഈ കൂടിനുള്ളിൽ മാത്രം താമസിക്കുന്നതുകൊണ്ട് ഇതിന് അധിക സമയം പറന്ന് നിൽക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ കാക്കയോ മല്ലോ അതിനെ കുത്തി കൊന്നുകളെ. അതുകൊണ്ട് ഇതിന് ചെറുകളുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്, പറന്നു നിൽക്കാൻ ഒക്കുന്നില്ല, ഈ കൂട് തുറക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഈ തത്തമ്മ പറയുന്നത് കേട്ട് അനുസരിക്കണമെന്ന് പറയുന്നത് മൗഢ്യമാണ്. ഈ ആനന്ദ് ഈ വരികളിലൂടെ ശരിയായ സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. ഇന്ന് നമ്മളും പറയുന്ന അങ്ങനെയാണ്, ഇവിടെ തകർക്കും, ഞാനങ്ങ് പറക്കും, ഞാനങ്ങ് ഉയരും. നമ്മളെ പറഞ്ഞല്ലേ, നമ്മൾ പാടുമ്പോഴും പറന്നു പോകി, ഞാൻ പറന്നു പോകി, പ്രിയം വരുമ്പോ അല്ലേ. എന്നാൽ തിരിച്ചാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്നത് ശരിക്കും അർത്ഥം പറഞ്ഞോ. എത്ര പേർക്ക് ഈ പ്രിയം വരുമ്പോൾ പറന്നു പോയി നിൽക്കാനുള്ള പ്രാപ്തി നമ്മുടെ ചെറുകൾക്കുണ്ട്. ഇവിടെ രണ്ട് കാര്യം നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തിരിച്ചറിവുകൾ ഉണ്ടാകണം. പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മളൊരു സ്തോത്രം എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ പോലും why I use this word എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം. അല്ലാതെ തത്തമ്മ പറയുന്നത് പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചിട്ട് കാര്യമില്ല. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു 30-32 വയസ്സുള്ള ചെറുപ്പക്കാരനോടൊന്ന് ചോദിച്ചു, അച്ഛാ, എല്ലാ ഞായറാഴ്ചയും അച്ഛൻ പള്ളിയിൽ കുറിയലാശവൻ പിന്നെ ശുശ്രൂഷകൻ പാലട്ട് പോകുന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ സോമൻ കാലോസ് കുറിയലാശൊക്കെ പറയും. എന്താ ഞാൻ ചെറു സഹോദരൻ ഇത്ര നാളുകളാണ് അന്വേഷിക്കുകയാണ്. ഈ 32 പറഞ്ഞ ഒരു തിരിച്ചറിവുണ്ടായ സമയം പോലെ അന്വേഷിച്ചോണ്ടിരിക്കുക വെച്ചാൽ പിന്നെ പള്ളിയിൽ പോകുമ്പോൾ ഇത് പറഞ്ഞ് ഏതാണ്ട് കുറച്ചിൽ പോലെ ഞാനൊന്ന് പറയുന്നു. ഇതൊരു വലിയ സത്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉച്ചാരണം, നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ യഥാർത്ഥ അർത്ഥം അതിനാണോ? നമ്മുടെ ആധ്യാത്മികത, നമ്മുടെ സ്പിരിച്വൽ ലൈഫ് തന്നെ ഒരു മീനിങ് ഫുള്ളാണ്. കുറെ കാര്യങ്ങൾ പറയും, കുറെ കാര്യങ്ങൾ കേൾക്കും. രണ്ട്, നമുക്കൊരു പ്രാപ്തിയുണ്ടോ എന്ന് പറഞ്ഞു വിട്ടാൽ, നമ്മളെ ഒന്ന് പുറത്തോട്ട് പറഞ്ഞു വിട്ടാൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയുണ്ടോ? അകത്തിരിക്കാനുള്ള ത്രാണിയില്ല.
പിന്നെ പുറത്ത് ആരെങ്കിലും ശക്തമായിട്ട് 2 ചോദ്യം ചോദിച്ചാൽ പിന്നെ നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ പോയി. അതാണ് നമ്മുടെ ആധ്യാത്മികത. ഉറപ്പില്ലാത്ത, ഡെപ്തില്ലാത്ത ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സ്പിരിച്വാലിറ്റി ഒരു എക്സ്റ്റസി ആയി മാറിപ്പോയി. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇസ് നോട്ട് ആൻ എക്സ്റ്റസി ബട്ട് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. എക്സ്റ്റസി എന്ന് പറയുന്നത് ഒരു ബാഹ്യമായ അനുഭവങ്ങളിൽ നമ്മൾ കാട്ടിക്കൊണ്ടുള്ള ചില പ്രകടനങ്ങൾ. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആഴമേറിയ അനുഭവത്തിലുണ്ടാകുന്നതായ ഒരു പ്രതികരണം. ഇവിടെ കർത്താവ് കണ്ണുകളെ തുറന്നപ്പോൾ പറഞ്ഞു, ഏത് ബുദ്ധിയില്ലാത്തവരെ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ പഠിച്ചില്ല, മനസ്സിലാക്കില്ല? നിങ്ങൾ അറിയുമ്പോൾ ആഴവും അർത്ഥവും അറിയും. നിങ്ങളുടെ ജീവിതത്തെ അതേ നിലനിർത്തൂ. അതുകൊണ്ട് ഒരു അനുഭവവേദ്യമായ ആധ്യാത്മികത രൂപപ്പെടണമെന്ന് പറഞ്ഞ് കർത്താവ് തിരുവെഴുത്തുകളെ തുറന്നു. 2, കർത്താവ് അവരുടെ കണ്ണുകളെ തുറന്നു. He opened their eyes. എന്താണ് അതിന്റെ അർത്ഥം? അവർ കണ്ണടച്ചാണ് നടന്നത്. നമ്മുടെ വായിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ നടന്നത് കണ്ണടച്ചോട്ടല്ല. എന്നാൽ പിന്നെ എന്താ? കാണേണ്ടത് കാണുവാനും കാണേണ്ടതുപോലെ കാണുവാനും കഴിയുന്നതാണ് യഥാർത്ഥ കാഴ്ച. ഇന്ന് നമ്മൾക്കൊക്കെ കാഴ്ചകൾ, നമ്മളൊക്കെ കാണുന്നവരാ. പക്ഷെങ്കിൽ എന്താണ് നമ്മൾ കാണുന്നത്? കാണാൻ രസമുള്ളതും നമുക്കിഷ്ടമുള്ളതുമായ സംഗതികളെ നമ്മൾ കാണാം. എല്ലാവരും കാണുന്നത് മാത്രം കാണുവാൻ നമുക്ക് താല്പര്യം. വ്യത്യസ്തമായി കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തന്നെയല്ല ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, നീ കാണുമ്പോൾ കണ്ണു തുറന്ന് ലോകത്തെ കാണുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നീ ആരെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ നീ കാണേണ്ടതിനെ ശരിയായി കണ്ടിട്ടാണോ, നീ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് വേണ്ടതായ 2ാമത്തെ സംഗതി നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. യഥാർത്ഥ കാഴ്ചകൾ നമുക്കുണ്ടാവണം. വ്യക്തമായ ദർശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥമായി ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് ദൈവികമായ അനുഭവത്തിൽ രൂപപ്പെടുത്തേണ്ടതായ സംഗതിയാണ്. തോൽപ്പതിലായ ശിമോന്റെ വീട്ടിൽ പത്രോസ് ഇരിക്കുമ്പോൾ പത്രോസിന് ഒരു ദർശനം ഉണ്ടായി. ദർശനത്തോടെ കാഴ്ചയാണ്. എന്താണ് കാഴ്ച? പത്രോസ് നോക്കുമ്പോൾ തുപ്പട്ടി ഇറങ്ങി വന്നു. എല്ലാവരും തിന്നോളാം. പത്രോസ് വന്നിരിക്കുകയാണ്. അതിനാണ് കർത്താവ് പഠിപ്പിച്ച ഒരു പുതിയ പാഠം, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് കാണരുത്. കാരണം പത്രോസിന് ഇപ്പോൾ സംശയം, എനിക്ക് ആരോടെ എക്സ്പ്രസ് ചെയ്യാൻ ഒക്കുന്നത്? ഞാൻ താമസിക്കുന്നത് തോൽപ്പതിലായ ശിമോൻ, അവന് വിജാതിയാണ്. യഹൂദന്മാർക്ക് പറയണോ, വിജാതിയോട് പറയണോ? ആരെ സ്വീകരിക്കണം? ആരെ സ്വീകരിക്കണമെന്ന് അറിയാമെങ്കിൽ വിശ്വസിച്ചതിനായപ്പോൾ കർത്താവ് പറയാൻ, ആരെയും മാറ്റി നിർത്തുവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഒരു പുതിയ ദർശനമാണ്. ഇതാ നമുക്കുണ്ടാകുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. എല്ലാവരെയും അവൻ അംഗീകരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു പുതിയ കാഴ്ച നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ 2ാമത്തെ പ്രാർത്ഥന, ദൈവമേ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്? കാഴ്ചകൾ. ഭക്തിയുമായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഒരു പുതിയ ഇൻസൈറ്റ്, ആ ഇൻസൈറ്റ് ആണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്. കണ്ണുകൾ തുറക്കണം. യേശു അവരുടെ കണ്ണുകളെ തുറന്നു. 3, യേശു അവരുടെ ഹൃദയം, He opened their hearts. കത്തിക്കൊണ്ടിരുന്ന ഹൃദയം അവരുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടായിരുന്നു. യേശുവിനെ തിരിച്ചറിഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? സ്വയാവബോധങ്ങൾ ഉണ്ടാകും. ഞാൻ എവിടെയാണ് എന്റെ പ്രശ്നം, എന്റെ കുറവുകൾ എവിടെയാണെന്നുണ്ടാകും. മറ്റുള്ളവരുടെ ജീവിതത്തെ കാണുന്നതിനേക്കാൾ എന്നെ കാണുവാൻ കഴിയണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നിർഭാഗ്യവശാൽ നമുക്ക് ഒരു ഗുണം, നമ്മളൊരിക്കലും നമ്മളെ കാണാം. നമ്മളെപ്പോഴും കാണുന്നത് മറ്റുള്ളവരെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഴപ്പമില്ല. കുഴപ്പമുള്ളതൊക്കെ ആരുടെ? ബാക്കിയുള്ളവർ. ഒരു വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ച് താമസിക്കുകയാണ്. അവർ മാത്രമേ ഉള്ളൂ.
കുറെ ദിവസമായിട്ട് ഈ അപ്പച്ചൻ പറയുന്നത് അമ്മച്ചി കേൾക്കുന്നില്ല. കേൾക്കുന്ന അനുസരണക്കേണ്ടല്ല, റേഞ്ച് പോകും, കേൾക്കുന്നില്ല. അപ്പൊ ഈ അപ്പച്ചനൊരു സംശയം, അമ്മച്ചിയുടെ ചെവി പോയി എന്ന് പറഞ്ഞാൽ ഫ്യൂസ് പോയത്. അപ്പൊ അപ്പച്ചൻ വളരെ പ്രയാസമായി. അമ്മച്ചിയുടെ കേൾവിയുടെ ഡെൻസിറ്റി ഒന്ന് അറിയണം. എത്രമാത്രം ഉറക്കെ പറഞ്ഞാൽ അറിയാം, എത്ര അടുത്ത് പറഞ്ഞാൽ അറിയാമെന്ന് അപ്പച്ചനൊരു ശ്രമം നടത്തുകയാണ്. ഒരു ദിവസം അമ്മച്ചി മുറിയിൽ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുക, ഒരു ജനലില് വിൻഡോ സൈഡിൽ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അപ്പച്ചൻ മുറിയുടെ വാതിക്കലോട്ട് വന്നിട്ട് വാതിക്കൽ നിന്ന് ചോദിച്ചു, നമുക്ക് പോകണ്ടേ? മറുപടി അപ്പച്ചന് മനസ്സിലായി ഇത്രയും പേജില്ല. അപ്പൊ അപ്പച്ചൻ അകത്തേക്ക് കയറി ചോദിച്ചു, നമുക്ക് പോകണ്ടേ? മറുപടിയില്ല. റൂമിന്റെ നടുവിലോട്ട് വന്ന് ചോദിച്ചു, നമുക്ക് പോകണ്ടേ? മൂന്നാമത് മറുപടിയില്ല. ഒടുവിൽ തൊട്ട് പുറകെ ചോദിച്ചു, നമുക്ക് പോകണ്ടേ? ഉടനെ ഈ സ്ത്രീ പറയാ, എടോ മനുഷ്യ, പോകണം 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 4 പ്രാവശ്യമാണ് ഞാൻ പറയുക, ഇതൊന്നും കിട്ടില്ല. ആരുടെ പ്രശ്നം? ആരുടെ പ്രശ്നം? വാതിൽ നിന്ന് ചോദിച്ചപ്പോഴും അമ്മച്ചി പറഞ്ഞു പോകണമെന്ന്. അപ്പച്ചന് കേൾക്കില്ല. പക്ഷെ അപ്പച്ചന്റെ പ്രശ്നം ഇതാ നമ്മുടെ പ്രശ്നം. നമുക്കൊക്കെ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു സംഗതിയുണ്ട്, മറ്റുള്ളവരിൽ ആരോപിക്കുന്നതൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നതൊക്കെ അത് മനഃശാസ്ത്രജ്ഞന്മാർക്ക് പിടിക്കൊള്ളുന്നത് ശരിയാണോ? അത് കഴിഞ്ഞിട്ട് ചോദിച്ചോ, ഒരു ചിന്തിച്ചോ. ഞങ്ങൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന പലതും നമ്മുടെ വിലക്കുന്നത്. സംശയമുണ്ടെങ്കിൽ ചിന്തിച്ചോ. ചില ആളുകൾ ഈ ചുമതലാ സ്ഥാനത്ത് നിന്ന് മാറി കഴിയുമ്പോൾ പറയും, അച്ഛാ സൂക്ഷിച്ചോണേ മറ്റോനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്വഭാവക്കാരനായിരുന്നു, അവനെ സൂക്ഷിച്ചോണെന്നുള്ളതാണ് ഈ സ്വഭാവക്കാരന്റെ പ്രശ്നം. അച്ഛാ പുതിയ ഡ്രസ്സിനെ സൂക്ഷിച്ചു അടിച്ചു മാറ്റുമെന്ന് പഴയ ഡ്രസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഡ്രസ്സിന്റെ സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാവർക്കുള്ള പ്രശ്നമാണ്. നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന പല പ്രശ്നങ്ങളും. മറ്റുള്ളവർ ശരിയല്ലാതെ ഞാൻ പറയുമ്പോൾ ഞാൻ ശരിയല്ലാന്ന് എനിക്ക് തന്നെ അറിയാം, പക്ഷെ ഞാൻ മൂടി വെച്ചോളെ. ഈ നമ്മളുടെ അറിഞ്ഞോ അറിയാനുള്ള നമ്മുടെ റിയാക്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നത്. ഇത് അപ്പച്ചന്റെ പ്രശ്നം. സ്വന്തം കേൾവിക്കുറവ് അമ്മച്ചിയിൽ ആരോപിച്ച് സ്വയം രക്ഷപ്പെടുവാൻ ശ്രമിച്ചതായ ഒരു പ്രശ്നമാണ്. ഇവിടെ ഹൃദയം തുറക്കണം. ഭർത്താവ് പറഞ്ഞു, യു ഹാവ് ടു ഓപ്പൺ യുവർ ഹാർട്ട്. ജീവിതത്തിൽ ഇത് തിരിച്ചറിയണം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേൾവിയുടെ പ്രശ്നം എന്റെ. തിരിച്ചറിവും തിരുത്തലും ഉണ്ടാകേണ്ടത് എനിക്കാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഓർത്തോണം, ആരെങ്കിലും ആരുടെങ്കിലും കുറ്റം പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കി ഒന്നും പറയണ്ട, ഈ പുള്ളി ആശ്രയിച്ചാരെന്ന് ഓർക്കണം. ഇനി ഇതോട് നിർത്തിയല്ലോ പറഞ്ഞത് നീതി കഴിഞ്ഞാൽ നമ്മൾ പറയില്ല. പറഞ്ഞാൽ ഉടനെ മറ്റൊരു ചിന്തിക്കും, ഈ പുള്ളി ആശ്രയിച്ച. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. കർത്താവ് എമ്മൂസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാർ പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളാകാൻ മനസ്സിലാക്കാനുള്ളത്, ഞങ്ങൾക്ക് ആ തിരിച്ചറിവില്ലാതെ പോയത്. സ്ത്രീകളെ കുഴപ്പമല്ല, അവർ കണ്ടതാ, അവർ ഞങ്ങളെ പ്രേമിച്ചതല്ല. പിന്നെയോ സത്യത്തെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയി. അതാണ് പ്രശ്നം. നമുക്കിന്ന് വേണ്ടത് സത്യത്തെ തിരിച്ചറിയുന്ന, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയ വിശാലത. നമുക്കതുണ്ടാവുമോ? ഉണ്ടാകണം. ഞാനിവിടെ അവസാനിപ്പിക്കാം. 3 തുറവികൾ, 3 ഓപ്പണിങ്സ് എമ്മൗസ് ജേർണിയിലുണ്ടായി. 1 സ്ക്രിപ്ചർ, 2 ഐസ്, 3 ഹാർട്ട്. ഇത് 3 തുറക്കണം. ഇന്നും നമുക്ക് വേണ്ടത് തിരുവചനം തുറക്കണം. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവത്തിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന വിധത്തിൽ എന്റെ ജീവിതത്തിൽ തിരുവചനം തുറക്കപ്പെടണം. അതുകൊണ്ട് കർത്താവേ, എന്റെ എമ്മൗസ് ജേർണി പോലെ എന്റെ ജീവിതയാത്രയിൽ ഇന്ന് ഞാൻ തിരുവചനം തുറക്കുവാൻ എന്നെ പ്രേരിപ്പിക്കും. 2, എന്റെ ജീവിതയാത്രയിൽ എന്റെ കണ്ണുകൾ തുറക്കണം. മറ്റുള്ളവരെ കാണുവാൻ കഴിയുന്ന ഒരു പുതിയ കാഴ്ച എനിക്കുണ്ടാകും. 3, എന്റെ ജീവിതയാത്രയിൽ എന്റെ ഹൃദയം തുറക്കും. അപ്പോഴാണ് യാത്ര സഫലമാകുന്നത്. കർത്താവ് അവരോടുകൂടി അത്താഴം കഴിച്ചു. ജീവിതത്തിൽ ഈ യാത്രയിൽ ആരംഭം കുറിച്ച് ലക്ഷ്യം കാണാതെ പോയവരും
ഒരുപക്ഷെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആഗ്രഹിച്ചിട്ടും പലപ്പോഴും വർഷങ്ങളായിട്ട് ഈ യാത്രയിലേക്ക് തുടരുന്നവരുമായ ആളുകൾ ഒക്കെ ആ കൂട്ടത്തിലൊക്കെ നമ്മളുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഒക്കാതെ പോകുന്നത്? ഒരു മനുഷ്യൻ ഒരിക്കൽ തന്നെ കടിച്ച ഉറുമ്പിനെ കണ്ടപ്പോൾ ഒരൊറ്റ ചവിട്ടിന് ഒരേ ഉറുമ്പിനെ കൊന്നു. ഈ ഉറുമ്പിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഉറുമ്പുകളെല്ലാം ഒരു മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, നമ്മളുടെ കൂട്ടത്തിൽ നിരപരാധികളായ ഉറുമ്പിനെ കൊന്ന ഈ മനുഷ്യനെ ഇനി വെച്ചേക്ക്, അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ കണ്ണ് നമുക്ക് കുത്തിപ്പൊട്ടിക്കണം. അന്ന് രാത്രി ഉറുമ്പെല്ലാം തീരുമാനിച്ചു, ഈ മനുഷ്യന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കൂ. തലവൻ പറഞ്ഞു, ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ യാത്ര തുടങ്ങി. ഈ മനുഷ്യൻ വിശ്രമിക്കുന്ന വേളയിൽ തലവനായ ഉറുമ്പ് ഓക്കെ പറഞ്ഞു. എല്ലാ ഉറുമ്പും കൂടി ഇങ്ങനെ പോവുക. ഒരു തലവൻ ഇങ്ങനെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ കുറെ രണ്ട് കണ്ണ് പൊട്ടിയിട്ടില്ല. മനുഷ്യൻ കണ്ണ് കുത്തി പൊട്ടിക്കാൻ പറഞ്ഞതായ ഉറുമ്പ് കുറെ നേരമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. എന്താണ് പ്രശ്നം? അന്വേഷിച്ചപ്പോൾ ഈ മനുഷ്യൻ മധുരം കഴിച്ചുകൊണ്ടിരിക്കുക, ഉറുമ്പെല്ലാം വായില്ല, ഒന്നും കണ്ണിലോട്ട് കയറിയിട്ടില്ല. പോയത് യാത്ര പുറപ്പെട്ടത് കണ്ണു കുത്തി പൊട്ടിക്കാനാ, പക്ഷേ മധുരം കണ്ടപ്പോൾ വായനക്ക് യാത്ര നിന്നു. നമ്മൾ അങ്ങനെയാണ്. യാത്ര പുറപ്പെട്ടത് വളരെ ആവേശത്തോടുകൂടി, ദൈവവചനത്തെ സമർപ്പിച്ചത് വളരെ വിശ്വസ്തയോടെ. പക്ഷെ ഇപ്പൊ നിൽക്കുന്നത് പല വായിലും. നമുക്ക് മധുരവും നമുക്ക് രസവും നമുക്ക് സുഖവും കണ്ട പദ്ധതി അടുക്കാറാണ് നിൽക്കുന്നത്. എത്തേണ്ടത് കണ്ണിൽ. എന്തുകൊണ്ട് ഈ കണ്ണിലെത്താൻ നമുക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ പൂർണ്ണത നമുക്ക് കൈവരിക്കാനാവുന്നില്ല? നമ്മൾ നമുക്ക് മധുരമെന്ന് കണ്ടതായ പലതിലും ജീവിതത്തിൽ പൂർണ്ണത കണ്ടത്. എന്നാൽ കർത്താവ് പറയുന്നു, ഇല്ല, ഇനിയുമുണ്ട് യാത്ര. അതുകൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും. വെറുതെ കൊണ്ടുപോവുകയാണ്, വളരെ വിശ്വസ്തയോടെ കൊണ്ടുപോകും. അഭിനന്ദ ഈശോ മാർട്ടിമത്യോസിൽ അവസാന പ്രസംഗം ചെയ്യുന്നത് ആൻഡമാൻസ് പള്ളിയിൽ. ആ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ടാണ് തിരുമേനി തിരിച്ചു വരാനായിട്ട് എയർപോർട്ടിൽ പോകുന്നു. നിർഭാഗ്യവശാൽ അവിടെ വെച്ച് അറ്റാക്ക് ഉണ്ടായിരുന്നു. എന്നാൽ തിരുമേനിയുടെ ലാസ്റ്റ് പ്രസംഗത്തിൽ തിരുമേനി പറഞ്ഞൊരു വാക്കും, തിരുമേനി മറ്റൊരാൾ ഉപയോഗിച്ചൊരു വാക്കും വളരെ പ്രസക്തമാണ്. തിരുമേനി എങ്ങനെയുണ്ട് ജീവിതമൊക്കെ ഇങ്ങനെ പോകുന്നു. തിരുമേനി പറഞ്ഞു, പോരാ, ഇങ്ങനെ പോരാ. ജീവിതം ദൈവത്തിൻ്റെതാണ്. അതൊന്നേ, അത് ജീവിക്കേണ്ടതുപോലെ ജീവിക്കേണ്ടതുപോലെ. ഇന്ന് ഈ ഇടവകയുടെ വികാരത്തിൽ ചുമതല ഒഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നോടും എനിക്ക് നിങ്ങളോടും ഒരുമിച്ച് അറിയുവാനായിട്ടുള്ളത്, ഈ ജീവിതം ദൈവത്തിൻ്റെ. നാളെ നമുക്കുണ്ടോ എന്ന് നമുക്കറിയാം. എന്നാൽ ലക്ഷ്യം ഇനിയും നമുക്ക് കൈവരിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ യാത്രയുടെ ദൂരം ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ എവിടെയാണ്? നമുക്ക് തുറന്ന ഹൃദയത്തോടുകൂടി, തുറന്ന കണ്ണുകളോടുകൂടി, തുറന്ന വചനത്തോടുകൂടി നമ്മുടെ യാത്ര തുടരാം. ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. യാത്ര ചെയ്യും Grazie.